പപ്പു 2 ദിവസം മുഴുവൻ ജോലി അന്വേഷിച്ച് പട്ടണത്തിലെല്ലാം അലഞ്ഞു. ഒരു പണിയും കിട്ടിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ചുമട്ടുപണിയെടുക്കാമെന്ന് വെച്ചു. ഒരു ചുമടെടുത്തു തലയിൽ വെച്ചപ്പോൾ വേച്ചു വേച്ചു വീഴാൻ ഭാവിക്കുന്നു. ആ പണി ഉപേക്ഷിച്ചു. ബീഡിതെറുപ്പ് പരിചയമുണ്ട്. പക്ഷെ ചുമച്ചും പനിച്ചും നടക്കുന്ന അയാളെ ബീഡിത്തെറുപ്പുകാർക്ക് ആവശ്യമില്ല. സഹതപിക്കാനും നിസ്സാരമായ സഹായങ്ങൾ ചെയ്യുവാനും പലരുമുണ്ട്. പക്ഷേ സഹതാപങ്ങളും സഹായങ്ങളും അയാൾക്ക് ആവശ്യമില്ല. കൂട്ടുകാർ സഹതാപപൂർവം നീട്ടുന്ന ചായയും ബീഡിയും അയാൾ ഉപേക്ഷിക്കുകയേ ഉള്ളൂ. അയാളുടെ പൗരുഷവും നിസ്തുലമായ സ്വാതന്ത്ര്യബോധവും സഹതാപത്തിനു പാത്രമാകുവാനും ഔദാര്യത്തിന് വിധേയനാകുവാനും അയാളെ അനുവദിക്കുകയില്ല. അപ്പോഴും തലയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടു തന്നെയാണ് അയാളുടെ നടപ്പ്. വീട്ടിലെ ബുദ്ധിമുട്ടുകളൊന്നും അയാളെ അറിയിക്കാതിരിക്കുവാൻ കല്യാണിയും ലക്ഷ്മിയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കല്യാണിയുടെ കയ്യിലുണ്ടായിരുന്ന നിസ്സാരമായ ചില സമ്പാദ്യങ്ങൾ കൊണ്ട് അവർ അരിഷ്ടിച്ച് ചിലവ് നിർവഹിച്ചു. പപ്പുവിനെ പുറത്തെങ്ങും അയക്കാതിരിക്കാനും മരുന്ന് കഴിപ്പിക്കുവാനും അവർ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു ഫലവും ഉണ്ടായില്ല. ഗോപി പിന്നെയും അവിടെ ചെന്നു. പപ്പു വീട്ടിലുള്ള സമയം നോക്കിയാണ് അയാൾ ചെന്നത്. പപ്പു അയാളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ഇരുവരും വളരെ നേരെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഗോപിയാണ് അധികവും സംസാരിച്ചത്. പപ്പുവിനോട് തനിക്കുള്ള ആത്മാർത്ഥമായ ബഹുമാനത്തെയും സ്നേഹത്തെയും ഗോപി തുറന്നു പറഞ്ഞു. ലക്ഷ്മിയുടെ ബുദ്ധിശക്തിയെയും കലാവാസനയെയും അയാൾ പ്രശംസിച്ചു. അവർ തമ്മിലുള്ള പ്രേമത്തെപ്പറ്റിയും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്തെപ്പറ്റിയും സൂചന നൽകി. പപ്പു പറഞ്ഞു, അത് അവളുടെ ഭാഗ്യമാ, എനിക്ക് സന്തോഷവുമാ. എങ്കിലും അവളുടെ പഠിത്തം കഴിയട്ടെ, എന്നിട്ടു കല്യാണം കഴിക്കാം. അത് മതി എന്ന് ഗോപി സമ്മതിച്ചു. പോകാനായി എഴുന്നേറ്റപ്പോൾ അയാൾ ഒരു കവർ പപ്പുവിന്റെ കയ്യിൽ കൊടുത്തു. അതു നിറച്ച് നോട്ടുകളായിരുന്നു. പപ്പു ചോദിച്ചു, ഇതെന്താ? എന്റെ വിനീതമായ ഒരു സംഭാവനയാണിത്. പപ്പു കവർ പൊളിച്ചു നോക്കി. അയാൾ ഹാസ്യസൂചകമായ ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു, ഇതാണോ സംഭാവന? ഇത്തരം സംഭാവനയൊന്നും എനിക്ക് വേണ്ട. ഇതങ്ങ് കൊണ്ടുപോയിക്കൊള്ളൂ. ബഹുമാനപൂർവം ചെയ്യുന്ന സംഭാവന തിരിച്ചു തരുന്നത് സങ്കടമാണ്. കുഞ്ഞേ, ഞാൻ ഇങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല, വാങ്ങുകയുമില്ല. എങ്കിൽ ലക്ഷ്മിയുടെ പേരിൽ ഇത് സ്വീകരിക്കണം. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. പപ്പുവിന്റെ മുഖഭാവം മാറി. നിൽക്കണം അവിടെ, അയാൾ ആജ്ഞാപിച്ചു. ഗോപി തിരിഞ്ഞു നിന്നു. അയാളുടെ നേരെ കവർ നീട്ടിപ്പിടിച്ചുകൊണ്ട് പപ്പു അടുത്തു ചെന്നു. വേല ചെയ്തും കൂലി വാങ്ങിയും ശീലിച്ച കൈയാണിത്. ഈ കൈക്ക് സംഭാവന വാങ്ങി ശീലമില്ല. ഇതങ്ങ് കൊണ്ടുപോയിക്കോളൂ. ഗോപി കവർ വാങ്ങി. കുറെ നേരം നമ്രമുഖനായി നിന്നിട്ട് അയാൾ സാവധാനം തിരിഞ്ഞു നടന്നു. കല്യാണിയും ലക്ഷ്മിയും അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഗോപി പോയിക്കഴിഞ്ഞപ്പോൾ കല്യാണി പപ്പുവിന്റെ അടുത്തു ചെന്നു. ഇതെന്തൊരു ശീലമാ! സ്നേഹമുണ്ടായിട്ടല്ലയോ അദ്ദേഹം അത് തന്നത്? അപ്പോഴത് തിരിച്ചു കൊടുക്കാമോ? പപ്പുവിന്റെ മുഖം ഉഗ്രമായി. അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ഒരു ഉഗ്രത അവൾ ആ മുഖത്തു കണ്ടിട്ടില്ല. അയാളൊന്ന് നീട്ടിമൂളി. അവൾ ഞെട്ടി പിറകോട്ട് മാറി. ലക്ഷ്മി ഓടി വന്നു. അമ്മേ, അമ്മ ഒന്നും പറയരുത്. അമ്മാവന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞുകൂടാ, ഒന്നും പ്രവർത്തിച്ചുകൂടാ. അദ്ദേഹത്തിന് എന്തു തോന്നുമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞതാ. ചീത്തയായ ഒന്നും അദ്ദേഹത്തിന് തോന്നുകയില്ല. അമ്മയെക്കാളും എന്നെക്കാളും കൂടുതലായി അമ്മാവനെ പറ്റി അറിയാവുന്നത് അദ്ദേഹത്തിനാണ്. പപ്പുവിന്റെ മുഖത്തെ ഉഗ്രത മാഞ്ഞുപോയി. അയാൾ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് മൗനമായി നിന്നു. അല്പസമയത്തേക്ക് ആ മുഖത്ത് ഗഹനമായ ഒരു ശാന്തത ദൃശ്യമായി. അയാൾ സാവധാനം പടിക്കലേക്ക് നടന്നു. ഉച്ചയാകുന്നതുവരെ അയാൾ തെരുവുകൾ തോറും അലഞ്ഞു. പിന്നെ ഒരു ബീഡി കത്തിക്കാനായി ഒരു ബീഡിക്കടയിലേക്ക് ചെന്നു. കടയുടെ മുമ്പിൽ അറ്റം കത്തിച്ചു തൂക്കിയിട്ട കയർ എരിഞ്ഞു തീരാറായിരുന്നു. പപ്പു അതെടുത്തു ബീഡി പറ്റിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു, പപ്പു കയറ് പിരിച്ചു കൊണ്ടുവരാമോ? ഇവിടെ കയറ് പിരിച്ചു കൊണ്ടുവരുന്നവനെ 3-4 ദിവസമായി കാണാനില്ല. പപ്പു അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. വൈകുന്നേരം ആകുമ്പോഴേക്ക് മതിയോ? മതി. അയാൾ ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. അവിടെ ചെന്ന് കുറെ ഉണങ്ങിയ തേങ്ങാത്തൊണ്ടെടുത്ത് തല്ലിച്ചതയ്ക്കാൻ തുടങ്ങി. അതെന്തിനാ? കല്യാണി ചോദിച്ചു. കയറു പിരിക്കാൻ. എന്തിനാ കയർ? ബീഡിക്കടയിൽ കൊടുക്കാൻ. എങ്ങനെ ദേഹം അനങ്ങിയാൽ ദീനം കൂടും. അയാൾ ഹാസ്യസൂചകമായി ചിരിച്ചു. ഞാൻ ചതച്ചു തരാം, അങ്ങോട്ട് മാറി നിൽക്ക്. അവൾ അടുത്തു ചെന്നു. വേണ്ട,
കയറ് പിരിച്ചു തന്നാ മതി, തൊണ്ട് ഞാൻ ചതച്ചു തരാം. അയാൾ ചതച്ചു കൊടുത്തു, അവൾ പിരിച്ചു കൊടുത്തു. അയാൾ അത് കൊണ്ടുപോയി. അതിന് 3 അണയും കിട്ടി. അയാൾ ആ ബീഡിക്കടയിൽ പതിവായി കയർ കൊടുത്തു തുടങ്ങി. വേറെ 2 കടകളിൽ കൂടി അയാൾ പതിവുകാരനായി തീർന്നു. അങ്ങനെ അയാൾ ചെലവിനുള്ള വക സമ്പാദിക്കാൻ തുടങ്ങി. ലക്ഷ്മിയുടെ പ്രേമത്തെപ്പറ്റിയും വിവാഹാലോചനയെപ്പറ്റിയും അറിഞ്ഞതു മുതൽ പപ്പുവിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അയാൾ എപ്പോഴും വിദൂരതയിലേക്ക് നോക്കി ചിന്തിക്കുന്നത് കാണാം. അയാൾ വീട്ടിലുള്ളപ്പോഴെല്ലാം ലക്ഷ്മി അയാളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടും അയാളെ ശുശ്രൂഷിച്ചുകൊണ്ടും ഇരിക്കും. അവൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെ രസകരങ്ങളായ ഭാഗങ്ങൾ അയാളെ പറഞ്ഞു കേൾപ്പിക്കും. അവൾ പാടും. പപ്പു അതെല്ലാം ഉദാസീനമായി മൂളിക്കേൾക്കുകയേ ഉള്ളൂ. ആകാശത്തിന്റെ അപ്പുറത്ത് എന്തോ അന്വേഷിക്കുന്നത് പോലെ അയാൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ലക്ഷ്മിയുടെ ഒരു പാട്ട് അയാൾക്കിഷ്ടമാണ്. അന്ന് സ്കൂൾ വാർഷികത്തിന് പാടിയ പാട്ട്. ആ പാട്ടിന് അസാധാരണമായ ഒരു വശീകരണ ശക്തിയുണ്ട്. അതിന് ശോകാത്മകമായ ഒരു മാധുര്യമുണ്ട്. ആ പാട്ട് പാടി തുടങ്ങിയാൽ അയാൾ അവളുടെ മുഖത്തു തന്നെ കണ്ണിമ വയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കും. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഇടതടവില്ലാതെ പ്രവഹിക്കും. ഒരിക്കൽ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ചോദിച്ചു, ഈ പാട്ട് അമ്മാവന് വലിയ ഇഷ്ടമാണല്ലേ? അതെ, ആ പാട്ട് എന്നെ കരയിക്കും. അമ്മാവന് കരയുന്നതാണോ ഇഷ്ടം? എന്റെ പാട്ടു കേട്ടു കരയുന്നത് അദ്ദേഹത്തിനും ഇഷ്ടമാണ്. ആർക്ക്? ലക്ഷ്മി ഉത്തരം പറഞ്ഞില്ല. അവൾ നമ്രമുഖിയായി. പപ്പു ചോദ്യം ആവർത്തിച്ചതുമില്ല. അയാൾ ആകാശത്തിന്റെ ഗഹനതയിലേക്ക് നോക്കി കുറേ നേരം അങ്ങനെ ഇരുന്നിട്ട് ഒരു ദീർഘനിശ്വാസത്തോടെ ചുമ തുടങ്ങി. ഒരിക്കൽ അവൾ കല്യാണിയോട് ചോദിച്ചു, അമ്മേ, അമ്മാവൻ എന്തോ വ്യസനമുള്ളതുപോലെ തോന്നുന്നല്ലോ. എപ്പോഴും ഒറ്റയ്ക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഞാൻ എങ്ങനെ അറിയും മോളെ? ആർക്കും അറിയാൻ വയ്യാത്ത ശീലമല്ലയോ? ലക്ഷ്മി സ്കൂൾ ഫൈനൽ പരീക്ഷയിൽ ജയിച്ചതായി അറിവ് കിട്ടി. അവൾ ആ സന്തോഷ വാർത്തയും കൊണ്ട് പപ്പുവിന്റെ അടുക്കൽ ഓടിയെത്തി. അമ്മാവാ, ഞാൻ ജയിച്ചു. അയാളൊന്ന് മൂളിയതേയുള്ളൂ. ആഹ്ലാദത്തിനു പകരം ഒരു ദുഃഖഛായയാണ് ആ മുഖത്തു നിഴലിച്ചത്. അവൾ നൈരാശ്യത്തോടുകൂടി ചോദിച്ചു, ഞാൻ ജയിച്ചതിൽ അമ്മാവന് സന്തോഷമില്ലേ? പിന്നെന്താ അമ്മാവന്റെ മുഖത്തൊരു വ്യസനം കാണുന്നത്? കുഞ്ഞേ, ആ സംബോധനയിൽ ശോകാത്മകമായ ഒരു ശാന്തത കലർന്നിരുന്നു. ഇനി ഞാൻ ആർക്കു വേണ്ടി ജോലി ചെയ്യും? അമ്മാവൻ ഇനി ആർക്കു വേണ്ടിയും ജോലി ചെയ്യണ്ട. ഇനി ജോലി ചെയ്യാൻ അമ്മാവന്റെ കൈയിന് കരുത്തില്ല. കുഞ്ഞേ, ഈ കൈയും ഈ കാലും ജോലി ചെയ്തു ശീലിച്ചതാ. ആ ശീലം ഇനി മാറ്റണം അമ്മാവ. അമ്മാവൻ ഇത്രയും നാൾ അമ്മയ്ക്കും എനിക്കും വേണ്ടി ജോലി ചെയ്തു. ഓടയിൽ കിടന്ന ഒരു പുഴുവായിരുന്നു ഞാൻ. അമ്മാവൻ ആ പുഴുവിനെ എടുത്ത് മനുഷ്യത്തിയാക്കി. അമ്മാവൻ എനിക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും തന്നു. ഉണങ്ങി വരണ്ടു പോകാറായ എന്റെ ജന്മവാസനകളെ അമ്മാവനാണ് വികസിപ്പിച്ചത്. അവൾ ആവേശത്തോടെ ആ അസ്ഥിപഞ്ജരത്തെ കെട്ടിപ്പിടിച്ചു. അമ്മാവ, അമ്മാവന്റെ പ്രയത്ന ഫലമാണ് ഞാൻ അമ്മാവന്റേതാണ്. അമ്മാവൻ എനിക്കുള്ളതാണ്. ഊറ്റുകുഴികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ പപ്പുവിന്റെ കുഴിഞ്ഞ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അയാൾ അവളുടെ ശിരസിൽ മാർദ്ദവമായി തലോടി. കുഞ്ഞേ, ഞാൻ എന്റെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു. നിന്റെ ഉയർച്ച, നിന്റെ സുഖം, അതായിരുന്നു എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങോട്ടു പോകും? ആർക്കു വേണ്ടി ജീവിക്കും? അമ്മാവൻ ഇനിയും എനിക്ക് വേണ്ടി ജീവിക്കണം. അമ്മാവൻ ഇല്ലെങ്കിൽ എനിക്ക് സുഖമില്ല. അമ്മാവൻ സുഖിക്കുന്നത് കാണുമ്പോൾ ഞാൻ ആനന്ദിക്കും. അമ്മാവനെ ഞാൻ മദനപ്പള്ളിയിൽ അയച്ച് ചികിത്സിപ്പിക്കും. അദ്ദേഹവും അങ്ങനെയാണ് പറഞ്ഞത്. പപ്പുവിന്റെ ചുണ്ടിൽ മന്ദഹാസം സ്ഫുരിച്ചു. ഈ ദീനത്തിനാണോ ചികിത്സ? ഇതിനാരും ചികിത്സിക്കേണ്ട. ഈ ദീനം ചികിത്സിക്കാതെ മാറിക്കൊള്ളും. കല്യാണി മുറിയിൽ കടന്നു വന്നു. എന്റെ ഈശ്വര, ഇതെന്തൊരു സ്വഭാവമാ! ചികിത്സിക്കാതെ ദീനം മാറുമോ? മാറും. എന്റെ ദീനം ചികിത്സിക്കാതെ മാറും. മരിക്കുമ്പോഴായിരിക്കും. അതെ, മരിക്കുമ്പം മാറും. മരിക്കുമ്പോഴേ മാറൂ. എന്റെ അമ്മാവൻ. ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു. എന്റെ അമ്മാവൻ മരിക്കുകയില്ല. എന്റെ അമ്മാവൻ എനിക്ക് വേണ്ടി ജീവിക്കണം. അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കുഞ്ഞു കരയാതെ. കുഞ്ഞിനു വേണ്ടി ജീവിക്കാൻ ഇനി വേറെ ആളുണ്ട്. ഇറയത്ത് കാൽപ്പെരുമാറ്റം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. ഗോപി അവിടെ നിൽക്കുകയാണ്. വിവാഹ ദിവസം നിശ്ചയിക്കപ്പെട്ടു. ഗോപിയുടെ ഭവനത്തിൽ വെച്ച് വിവാഹം നടത്താമെന്നാണ് തീരുമാനിച്ചത്. വിവാഹത്തിന് മുമ്പ് തന്നെ അവരെല്ലാം അങ്ങോട്ട് താമസം മാറ്റണമെന്ന് അയാൾ അപേക്ഷിച്ചു.
ആ അപേക്ഷയെ പപ്പു നിരസിച്ചു. ലക്ഷ്മി മയിൽപേടയെപ്പോലെ സന്തോഷം കൊണ്ടു. കല്യാണി ആനന്ദത്തിൽ ആറാടി. പപ്പു പതിവ് പോലെ കയറും പിരിച്ചു കെട്ടിക്കൊണ്ട് പീടികയിലേക്ക് തിരിച്ചു. കല്യാണി തടുത്തു. ഇതും കൊണ്ട് എവിടെ പോകുവാ? അപ്പോഴും ആ വരണ്ട ചുണ്ടിൽ മന്ദഹാസം സ്ഫുരിച്ചു. അറിഞ്ഞുകൂടാ അല്ലേ? ഇതുകൊണ്ട് എവിടെ പോകുന്നെന്ന് അറിഞ്ഞുകൂടാ അല്ലേ? ഇനിയും ഇതും കൊണ്ട് പോകുന്നത് അവൾക്കും അദ്ദേഹത്തിനും കുറച്ചിലല്ലയോ? കുറച്ചില്. കണ്ണുനീർ പ്രവഹിച്ച ആ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി ചിതറി. നാസിക വിറച്ചു. അവൾക്കും അദ്ദേഹത്തിനും കുറച്ചിലാണല്ലേ? കുറച്ചില്. ചുമ പൊട്ടിപ്പോയി. ചുമച്ചിട്ട് അയാൾക്ക് ശ്വാസം മുട്ടി. ലക്ഷ്മി ഓടി വന്ന് അയാളെ പിടിച്ചു. അമ്മാവൻ ഇതും കൊണ്ട് പോകരുത്. എന്റെ അമ്മാവൻ ഇനി കയറു വിൽക്കാൻ പോകരുത്. ഞാൻ കയറു വിൽക്കാൻ പോകുന്നത് നിനക്കും അദ്ദേഹത്തിനും കുറച്ചിലാണല്ലേ? അല്ല, അമ്മാവൻ എന്തു ചെയ്താലും ഞങ്ങൾക്ക് കുറച്ചിലില്ല. ഇത്രയും നാൾ ജോലി ചെയ്ത് രോഗിയായി തീർന്ന അമ്മാവൻ ഇനി വിശ്രമിക്കണമെന്നേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. വീണ്ടും ആ മന്ദഹാസം. കുഞ്ഞേ, വിശ്രമിക്കുവാൻ ജനിച്ചവനല്ല ഞാൻ. ഈ ജീവിതം വിശ്രമിക്കുവാനുള്ളതല്ല. വിടൂ, ഞാൻ പോകട്ടെ. അവൾ പിടിവിട്ടു. അയാൾ നടന്നു. അവൾ കണ്ണുനീർ തുടച്ചു. അമ്മ മകളെ ആശ്വസിപ്പിച്ചു. തോന്നിയ പോലെ ചെയ്യത്തുള്ളൂ മോളെ. എന്റെ മോള് കരയാതെ. അമ്മേ, അദ്ദേഹം പറഞ്ഞാൽ ഒരുപക്ഷെ അനുസരിക്കുമായിരിക്കും. ഇല്ല മോളെ, ഇല്ല. ആരു പറഞ്ഞാലും അനുസരിക്കത്തില്ല. അതെ, ആരു പറഞ്ഞാലും അനുസരിക്കുന്ന ആളല്ല അയാൾ. അനുസരിക്കാൻ ശീലിച്ചിട്ടില്ലാത്ത മനസ്സാണത്. ആരുടെ മുമ്പിലും കുനിഞ്ഞിട്ടില്ലാത്ത ശിരസാണത്. പരാന്നത്തിന്റെ സ്പർശം പോലും ഏറ്റിട്ടില്ലാത്ത വയറാണത്. കയറും തോളിലിട്ടുകൊണ്ട് അയാൾ അങ്ങനെ പോവുകയാണ്. ആ ജീവിതത്തോണി എത്ര തിരമാലകളെ തരണം ചെയ്തു. അതുല്യമായ ത്യാഗബുദ്ധി, അടക്കിയാൽ അടങ്ങാത്ത സ്വാതന്ത്ര്യബോധം, അത് രണ്ടുമല്ലാതെ മറ്റൊന്നുമില്ല. ആ തോണിയുടെ ഗതിയെ സഹായിക്കുവാൻ ദാരിദ്ര്യ തിമിംഗലത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടാത്മാക്കളുടെ ഭാരം കൂടി ആ തോണി താങ്ങേണ്ടതായി വന്നു. കാറും കോളും നിറഞ്ഞ നിശകളിൽ കൂടി ആ തോണി പിന്നെയും പാഞ്ഞുകയറി. തിരമാലകളുടെ അടികളേറ്റ് തോണിയുടെ പാർശ്വങ്ങൾ പൊളിഞ്ഞു തുടങ്ങി. ഏതു നിമിഷത്തിലും അത് താണുപോയേക്കാം. എന്നിട്ടും അതങ്ങനെ പോവുകയാണ്. അന്നത്തെ ചിലവിനുള്ള വകയും കൊണ്ട് സന്ധ്യയായപ്പോൾ അയാൾ തിരിച്ചു വന്നു. ലക്ഷ്മി അടുത്തു ചെന്നു. അവൾ പലതും ചോദിച്ചു. അർത്ഥം ഗ്രഹിക്കുവാൻ വയ്യാത്ത ഒരു നോട്ടം മാത്രമേ അവൾക്കു ലഭിച്ചുള്ളൂ. കല്യാണി അയാളുടെ അടുത്തെങ്ങും ചെന്നില്ല. ഒന്നും ചോദിച്ചുമില്ല. അവളിലുമുണ്ട് എന്തോ ഒരു മാറ്റം. ലക്ഷ്മി പറഞ്ഞു, അമ്മേ, അമ്മാവനോട് കഞ്ഞി കുടിക്കാൻ പറയൂ. എനിക്ക് വയ്യ. നല്ലത് പറഞ്ഞാ കേൾക്കാത്ത ആളിനോട് പറയാൻ എനിക്ക് വയ്യ. ലക്ഷ്മി കഞ്ഞി കൊണ്ടു കൊടുത്തു. അന്നു രാത്രിയിൽ ചുമ അധികമായിരുന്നു. അയാൾ ഒരു പോള കണ്ണടച്ചില്ല. അടുത്ത ദിവസവും പപ്പു കയറും കൊണ്ട് കടയിലേക്ക് തിരിച്ചു. ആരും തടുത്തില്ല. ലക്ഷ്മി നോക്കി നിന്നു കണ്ണീരൊഴുക്കി. കല്യാണി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അകത്തേക്കു കയറിപ്പോയി. അന്ന് ഉച്ച തിരിഞ്ഞപ്പോൾ ഗോപിയുടെ ദൂതൻ ഒരു വലിയ ട്രങ്ക് നിറച്ച് വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ടുവന്ന് ലക്ഷ്മിയെ ഏൽപ്പിച്ചിട്ട് പോയി. അയൽ വീടുകളിലെ സ്ത്രീകൾ വിവാഹ വസ്ത്രങ്ങൾ കാണുവാൻ അടുത്തുകൂടി. അവയുടെ മേന്മയും ഭംഗിയും അവൾ പ്രശംസിച്ചു. അവർ ലക്ഷ്മിയെ ആശീർവദിച്ചു. കല്യാണിയെ അനുമോദിച്ചു. സന്ധ്യയായപ്പോൾ പപ്പു ചുമച്ചും വിറച്ചും തിരിച്ചെത്തി. കല്യാണി ഇറയത്തു നിൽക്കുകയായിരുന്നു. മുറ്റത്ത് നിന്നുകൊണ്ട് അയാൾ ഒരു ചെറിയ കടലാസ് പൊതി അവളുടെ നേരെ നീട്ടി. എന്താ അത്? അവളുടെ ചോദ്യത്തിൽ അതിനു മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു ഘനഭാവമുണ്ടായിരുന്നു. അയാളൊന്നു നീട്ടി മൂളി. ഞാൻ പറഞ്ഞില്ലേ ബീഡിക്കടയിൽ കയറും കൊണ്ടു പോകരുതെന്ന്. അവളുടെ ഓരോ വാക്കിലും ശാസനയുടെ ദുർഗന്ധമുണ്ടായിരുന്നു. എന്റെ മകൾക്ക് കുറച്ചിലുണ്ടാക്കാനല്ലയോ ഇങ്ങനെ നടക്കുന്നത്? ഒരു മിന്നൽ. പപ്പു സകലതും മറന്നുപോയി. ലോകം അയാളുടെ മുമ്പിൽ നിന്നും മാഞ്ഞുപോയി. ആ മൂളൽ ഒരു ഇടിനാദമായിരുന്നു. അയാൾ അവളുടെ നേരെ ആഞ്ഞു കുതിച്ചു. പൗരുഷവും അഭിമാനവും നിറഞ്ഞ ആ ആത്മാവിന്റെ കുതിച്ചുചാട്ടങ്ങൾക്കൊപ്പം ചാടുവാൻ ശരീരത്തിനു കെൽപ്പില്ല. അയാൾ പിറകോട്ട് മറിഞ്ഞു വീണു. ലക്ഷ്മി ഓടിവന്ന് അയാളെ താങ്ങിയെടുത്തു. അർദ്ധരാത്രി കഴിഞ്ഞു. ലക്ഷ്മി ഉറങ്ങിയിട്ടില്ല. അവളുടെ ഭാവനാകോകിലം ജീവിത വസന്താരാമത്തിൽ പറന്നു പാടുകയാണ്. ദുഃഖങ്ങളെ വിസ്മയിക്കുവാനും ഭാവിയുടെ ഭാസുരതയിൽ വിലയം പ്രാപിക്കുവാനും യുവത്വത്തിനു വിരുതുകൂടും. വടക്കേ മുറിയിൽ കല്യാണിയുടെ കൂർക്കം വലിയും
പുറത്തു മങ്ങിയ നിലാവിൽ പറക്കുന്ന നരച്ചീറുകളുടെ ചിറകടിയുമല്ലാതെ വേറെ ശബ്ദങ്ങളൊന്നുമില്ല. അടുത്ത പ്രഭാതത്തിലാണ് ലക്ഷ്മിയുടെ ഭാഗ്യസൂര്യൻ ഉച്ചസ്ഥനാകുന്നത്. ഭൂതകാലത്തിന്റെ സ്മരണകളൊന്നും അപ്പോൾ അവളുടെ മനസ്സിനെ അലട്ടുന്നില്ല. അവൾ ഭാവിയുടെ മടിയിൽ കിടന്ന് ആനന്ദനിദ്ര കൊള്ളുകയാണ്. പുറത്ത് അങ്ങനെയൊരു നീണ്ട മൂളൽ. ലക്ഷ്മി ശ്രദ്ധിച്ചു. ഒരു വല്ലാത്ത മൂളൽ. ലക്ഷ്മി എഴുന്നേറ്റു. അവൾ കിളിവാതിലിൽ കൂടി പുറത്തേക്ക് നോക്കി. വണ്ടിപ്പുരയുടെ അടുത്ത് നിലാവെളിച്ചത്തിൽ ആ രൂപം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവൾ സൂക്ഷിച്ചു നോക്കി. ആ രൂപം കൈ ചുരുട്ടി അന്തരീക്ഷത്തിൽ വീശുന്നുണ്ട്. അവൾ വാതിൽ തുറന്നു പുറത്തിറങ്ങി. അവൾ സാവധാനം നടന്നു. ആരത്? അവൾ സഗൗരവം ചോദിച്ചു. അമ്മാവനാണോ അത്? അവൾ അടുത്തു ചെന്നു. അമ്മാവൻ എന്താ ഇവിടെ നിൽക്കുന്നത്? അമ്മാവൻ എന്താ ഉറങ്ങാത്തത്? അയാൾ മൗനമായി നിന്നു. അവൾ അയാളുടെ കൈ പിടിച്ചു. അമ്മാവൻ എന്താ എന്നോട് മിണ്ടാത്തത്? അമ്മാവൻ എന്താ വ്യസനിക്കുന്നത്? അമ്മാവൻ എന്താ എന്നിൽ നിന്നും അകലുന്നത്? കുഞ്ഞേ, ആ സംബോധനയിൽ ഗദ്ഗതമുണ്ടായിരുന്നു. കുഞ്ഞേ, ഞാനല്ല അകലുന്നത്, നിങ്ങളാ അകലുന്നത്. നീയും നിന്റെ അമ്മയും. ഞങ്ങൾ അകന്നിട്ടില്ല അമ്മാവാ, ഞങ്ങൾ അകലുകയുമില്ല. എനിക്ക് ഏറ്റവും അടുത്തത് എന്റെ അമ്മാവനാണ്. അല്ല കുഞ്ഞേ, അല്ല. നീയും നിന്റെ അമ്മയും എന്നിൽ നിന്ന് അകന്നുപോയി. നിങ്ങൾ എന്റെ പിടിയിൽ നിന്ന് വിട്ടുപോയി. നിങ്ങൾ എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞുപോയി. അയാൾ മുഖം പൊത്തി വിങ്ങി വിങ്ങി കരഞ്ഞു. എത്രയെത്ര പൗരുഷശാലികൾ, എത്രയെത്ര വീരപരാക്രമികൾ വിങ്ങി വിങ്ങി കരഞ്ഞിരിക്കും. കരയാത്ത മനുഷ്യൻ ജനിച്ചിട്ടില്ല. കരയാത്ത മനുഷ്യൻ മനുഷ്യനല്ല. ലക്ഷ്മിയും പൊട്ടിക്കരഞ്ഞു. അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. എന്റെ അമ്മാവൻ എന്നും എന്റെ അമ്മാവനാണ്. ആരിൽ നിന്ന് അകന്നാലും അമ്മാവനിൽ നിന്ന് ഞാൻ അകലുകയില്ല. ഞാൻ കൃതജ്ഞതയുള്ളവളാണ്. ഒരു മിന്നൽ. അയാളുടെ കരച്ചിൽ നിലച്ചു. ശരീരത്തിന്റെ വിറയൽ നിന്നുപോയി. ഒരു സ്തംഭനം. പ്രജ്ഞാഹീനമായ ഏതാനും നിമിഷങ്ങൾ. അയാൾ മുഖത്തുനിന്ന് കൈയെടുത്തു. അയാൾ നിവർന്നു നിന്നു. കൃതജ്ഞത, കൃതജ്ഞത. ആ ശബ്ദം വിദൂരതയിൽ മാറ്റൊലി കൊണ്ടു. കൃതജ്ഞതയും കാത്തുകിടക്കുന്ന പട്ടിയല്ല ഞാൻ. അയാൾ അവളുടെ പിടിയിൽ നിന്ന് പിന്മാറി. ആ അസ്ഥിപഞ്ജരം മഹാമേരുവിനെ പോലെ വളർന്നു. ആ അത്യുന്നത ശൃംഗത്തിന്റെ താഴ്വരയിലെ പുഴു എന്ന പോലെ അവൾ ചെറുതായി. പോകൂ, അയാൾ ആജ്ഞാപിച്ചു. അവൾ മടിച്ചു. പോകൂ ഇവിടെ നിന്ന്. അവൾ തിരിഞ്ഞു. പോകാൻ പറഞ്ഞാൽ? അവൾ നടന്നു. വിവാഹ ദിവസമാണ്. പ്രഭാതത്തിൽ കല്യാണി ലക്ഷ്മിയെ വിളിച്ചുണർത്തി. അമ്മാവൻ എവിടെ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവൾ അർദ്ധനിദ്രയിൽ നിന്ന് ഉണർന്നത്. അമ്മേ, അമ്മാവൻ എവിടെ? അവൾ പിന്നെയും ചോദിച്ചു. അവിടെ കിടക്കുന്നു, ഉണർന്നിട്ടില്ല. ലക്ഷ്മി വടക്കേ മുറിയിലേക്ക് ചെന്നു. പപ്പു കണ്ണടച്ച് നീണ്ടു നിവർന്ന് നിശ്ചലനായി കിടക്കുകയാണ്. അയാൾ ഉറങ്ങിയിട്ടില്ല. അവൾ കാൽക്കൽ ചെന്നു നിന്നു. വിളിക്കുവാൻ അവൾക്കു ധൈര്യമില്ല. അവൾ പതുക്കെ ഒന്ന് ചുമച്ചു. അയാൾ കണ്ണു തുറന്നു. തലേ രാത്രിയിലെ ഗാംഭീര്യമൊന്നും അപ്പോൾ ആ മുഖത്തു കണ്ടില്ല. പകരം ചിന്താദ്യോതകമായ ഒരു ശാന്തതയാണ് അവിടെ പ്രതിഫലിച്ചത്. അമ്മാവാ, അവൾ വിളിച്ചു. കുഞ്ഞേ. ആ സംബോധനയിൽ വാത്സല്യം മാറ്റൊലി കൊണ്ടു. അയാൾ സാവധാനം എഴുന്നേറ്റ് കട്ടിലിൽ ഇരുന്നു. യോഗിയെപ്പോലെ അയാൾ മന്ദഹസിച്ചു. കുഞ്ഞേ, അടുത്തു നിൽക്കൂ. അവൾ അടുത്തു നിന്നു. നിനക്കു നന്മ വരും. അയാൾ അവളുടെ ശിരസിൽ തൊട്ട് അനുഗ്രഹിച്ചു. അവളുടെ ശിരസ് താണു. അവളുടെ കണ്ണുകൾ അയാളുടെ പാദങ്ങളെ സ്പർശിച്ചു. അവൾ ആ പാദങ്ങളെ കണ്ണുനീർ കൊണ്ട് കഴുകി. അയാൾ അവളെ എഴുന്നേൽപ്പിച്ചു. വീണ്ടും ശിരസിൽ കൈവച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എന്റെ കുഞ്ഞിന് എന്നെന്നും നന്മ വരും. കുഞ്ഞെ, അമ്മയെ ഒരിക്കലും മറക്കരുത്. അവൾ എന്തോ പറയുവാൻ ഭാവിച്ചു. ഒന്നും പറയുവാൻ അവൾക്ക് ശക്തിയുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ആഹ്ലാദമായിരിക്കണം. കല്യാണത്തിന് പോകാനുള്ള സമയമായി. പോയി കുളിച്ചിട്ട് വരൂ. അവൾ കുളിയും കഴിഞ്ഞ് വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് പപ്പുവിന്റെ അടുത്തു വന്നു. അയാൾ അപ്പോഴും കട്ടിൽ തന്നെ ചമ്പ്രം പടിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞേ, അവിടെ ഇരിക്കൂ. അവൾ കട്ടിലിൽ ഇരുന്നു. ഒന്ന് പാടൂ. ആ പാട്ട് എനിക്ക് ഒന്നുകൂടി കേൾക്കണം. അവൾ പാടി.
ആ ചെറ്റപ്പുരയിൽ ഗാനദേവത നൃത്തം ചെയ്തു. ആനന്ദത്തിന്റെ കണ്ണുനീരോടുകൂടി അയാൾ പിന്നെയും ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പടിക്കൽ നിന്ന് കാറിന്റെ ഹാറൻ വിളി കേട്ടു. വധുവിനെ വരന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകുവാൻ കാർ വന്നു കാത്തുകിടക്കുന്നു. കല്യാണി കുളി കഴിഞ്ഞ് പുതിയ വസ്ത്രങ്ങളും ധരിച്ച് തയ്യാറായി നിൽക്കുകയാണ്. പുത്രിയെയും കൊണ്ട് കാറിൽ ചെന്ന് കയറുവാൻ അവൾക്ക് തിടുക്കമായി കഴിഞ്ഞു. പപ്പു എഴുന്നേറ്റു. കുഞ്ഞേ, അമ്മയെയും കൊണ്ടുപോയിക്കോളൂ. അമ്മാവൻ? അവൾ അർദ്ധോക്തിയിൽ വിരമിച്ചു. ഞാൻ പിറകെ വരാം. അമ്മാവനില്ലാതെ? അവൾ മുഴുവൻ പറഞ്ഞില്ല. ഞാനില്ലാതെ പോയാൽ മതി, ഞാൻ പിറകെ വരാം. ആ തീരുമാനത്തിന് ഇളക്കമില്ലെന്ന് അവൾക്കറിയാം. എങ്കിലും യാചനാഭാവത്തിൽ അവൾ അയാളെ നോക്കി. പൊയ്ക്കൊള്ളൂ, അയാൾ ആജ്ഞാപിച്ചു. അമ്മയുടെ കൈയും പിടിച്ചുകൊണ്ട് അവൾ കാറിൽ കയറി. അതിഥികളെല്ലാം വന്നുകഴിഞ്ഞു. വാദ്യഘോഷങ്ങൾ മുഴങ്ങി. ലക്ഷ്മി ചോദിച്ചു, അമ്മേ, അമ്മാവൻ എവിടെ? ഞാൻ കണ്ടില്ല മോളെ. അവൾ അസ്വസ്ഥയായി. ഗോപിയും പപ്പുവിനെ അന്വേഷിച്ചു. അവിടെ എങ്ങും കണ്ടില്ല. അയാൾ കല്യാണിയോട് ചോദിച്ചു, അമ്മാവൻ എന്താ വരാത്തത്? വരുമെന്നാ പറഞ്ഞത്. മുഹൂർത്തമായി. വധൂവരന്മാർ വിവാഹ മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ലക്ഷ്മി സദസ്സിലെല്ലായിടവും നോക്കി. പപ്പുവിനെ കാണാനില്ല. അകലെ നിന്ന് ഒരു ചുമ കേൾക്കാം. പപ്പുവിന്റെ വരവാണത്. അയാൾ വിവാഹ മണ്ഡപത്തിനടുത്തു ചെന്നു. ലക്ഷ്മി അയാളുടെ പാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്തു. വരൻ വധുവിനെ അനുകരിച്ചു. അയാൾ വധൂവരന്മാരെ അനുഗ്രഹിച്ചു. വിവാഹം കഴിഞ്ഞ് വധൂവരന്മാരെ അകത്തേക്ക് കൊണ്ടുപോയി. സദ്യ കഴിഞ്ഞ് അതിഥികൾ പിരിഞ്ഞു. ലക്ഷ്മി കല്യാണിയോട് ചോദിച്ചു, അമ്മേ, അമ്മാവൻ എവിടെ? വല്ലയിടത്തും പതുങ്ങി നിൽക്കുമായിരിക്കും. അങ്ങനെ പതുങ്ങി നിൽക്കേണ്ടവനല്ല എന്റെ അമ്മാവൻ. എന്റെ അമ്മാവൻ എവിടെ? അവൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. വീട്ടിലും പരിസരങ്ങളിലുമെല്ലാം അന്വേഷിച്ചു. ഒരിടത്തും അവളുടെ അമ്മാവനെ കണ്ടില്ല. അവൾ വീണ്ടും അമ്മയുടെ അടുത്തു വന്നു. അമ്മേ, അമ്മാവനെ കണ്ടില്ല. അമ്മാവൻ അങ്ങു പോയതായിരിക്കും. പോകട്ടെ, അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കുമോ? അവജ്ഞോദ്യോതകമായ ആ വാക്കുകൾ ലക്ഷ്മിക്ക് സഹിച്ചില്ല. അവളുടെ മുഖത്ത് ഗൗരവം അലതല്ലി. അവളുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായി. നമ്മളും അട്ടകളായിരുന്നു അമ്മേ. കുപ്പക്കുഴിയിൽ ഇഴഞ്ഞു നടന്ന അട്ടകളായിരുന്നു നമ്മൾ. അമ്മാവനാണ് നമ്മെ മനുഷ്യരാക്കിയത്. നമ്മെ ഇവിടെ വരുവാൻ ഇടയാക്കിയതും ഈ മെത്തയിൽ നമ്മെ കിടത്തിയതും അമ്മാവനാണ്. അങ്ങനെയുള്ള അമ്മാവൻ അട്ടയാണെന്ന് അമ്മ പറയുന്നു അല്ലേ? നല്ലത് പറഞ്ഞ കേക്കത്തില്ല മോളെ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാ. ഞാൻ പോകുന്നു അമ്മാവനെ വിളിക്കാൻ. ഞാൻ വിളിച്ചാൽ എന്റെ അമ്മാവൻ വരും. ഞാൻ അമ്മാവന്റെ കാൽക്കൽ വീണു കരയും. അവൾ നടന്നു. കല്യാണി തടുത്തു. അയ്യോ, മോള് പോകരുത്. മോള് പോയാൽ അദ്ദേഹത്തിന് എന്തു തോന്നും? ഞാൻ പോകാം മോളെ, ഞാൻ പോകാം. എന്നാൽ പോകണം, ഇപ്പോൾ തന്നെ പോകണം. ഞാൻ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ എന്തു ചെയ്യും? വന്നില്ലെങ്കിൽ എന്റെ അമ്മ അവിടെ നിൽക്കണം. നാളെ അദ്ദേഹവും ഞാനും കൂടെ അവിടെ വരും. അതുവരെ അമ്മ അമ്മാവനെ ശുശ്രൂഷിക്കണം. കല്യാണി സ്പഷ്ടമായ അസുഖത്തോടെ വീട്ടിലേക്ക് നടന്നു. സുഖത്തിലേക്ക് ഊന്നിയ കാൽ ഉടനെ തന്നെ പിൻവലിക്കാൻ അവൾ നിർബന്ധിതയായി. കിളിവാതിലിലൂടെ ആകാശത്തിന്റെ ഗഹനതയിലേക്ക് നോക്കിക്കൊണ്ട് പപ്പു നിശ്ചലനായി കട്ടിലിൽ കിടക്കുകയാണ്. ആകാശത്തിന്റെ അപ്പുറത്ത് ആനന്ദകരമായ എന്തോ കണ്ടിട്ടെന്ന പോലെ അയാളുടെ മുഖം പ്രസന്നമായി. ചാരിയിരുന്ന വാതിൽ തുറന്ന കല്യാണി അകത്തു കടന്നു. പപ്പു തിരിഞ്ഞു നോക്കി. എന്താ? അയാൾ മന്ദഹസിച്ചു. അങ്ങോട്ട് പോകണം. എങ്ങോട്ട്? അമ്മാവനെ കാണാഞ്ഞിട്ട് അവൾ വ്യസനിച്ചിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. സാരമില്ല, അവളുടെ വ്യസനം മാറിക്കൊള്ളും. അവൾ കരയുന്നു. ഇന്ന് അവളെ കരയിക്കുന്നത് കഷ്ടമാ. വരൂ, പോകാം. കുറെ കഴിഞ്ഞ് അവൾ ചിരിച്ചുകൊള്ളും. അമ്മാവനെ കണ്ടാലേ അവൾ ചിരിക്കൂ. അല്ലാതെ തന്നെ അവൾ ചിരിച്ചുകൊള്ളും. നമുക്കങ്ങോട്ട് പോകാം. പൊയ്ക്കൊള്ളൂ. എന്റെ കൂടെ വരണം. ഞാനോ? അയാൾ ഹാസ്യസൂചകമായി ചിരിച്ചു. അവൾ പിന്നെയൊന്നും പറഞ്ഞില്ല. സന്ധ്യയാകാറായി. പപ്പു ചോദിച്ചു, പോകുന്നില്ലേ? എങ്ങനെ പോകും ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ? എന്റെ കിടപ്പ് കാര്യമാക്കണ്ട, പൊയ്ക്കൊള്ളൂ. ഞാൻ പോകുന്നില്ല. നിശബ്ദത. പാതിരയാകാറായി. കല്യാണി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഉറങ്ങിയില്ലേ? പപ്പു ചോദിച്ചു. എങ്ങനെ ഉറങ്ങും? അവൾ എന്റെ മോളല്ലേ. അവളില്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? എന്തിനാ അവളെ പിരിഞ്ഞു പോന്നു?
പോരാതെ എന്തു ചെയ്യും? നിശബ്ദത. പാതിരാക്കോഴി കൂവിയിട്ടും 2 നാഴിക കഴിഞ്ഞു. നിലാവ് അസ്തമിച്ചു. കല്യാണി കൂർക്കം വലി തുടങ്ങി. പപ്പു ശബ്ദമുണ്ടാക്കാതെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് സാവധാനം വാതിൽ തുറന്നു. ചുമ. അയാൾ 2 കൈകൊണ്ട് വായ് പൊത്തിപ്പിടിച്ചു. കല്യാണി ഒന്ന് ഞെരങ്ങി തിരിഞ്ഞു കിടന്നു. അയാൾ മുറ്റത്തിറങ്ങി. ചുമ. വായ് അമർത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ പടി കടന്നു. വഴിയിലിറങ്ങി. ചുമ പൊട്ടിപ്പോയി. കുറേ നേരം അവിടെ നിന്ന് ചുമച്ചു. അയാൾ നടന്നു. ശരീരം വിറയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ചുമയ്ക്കുന്നുണ്ട്. പൂർണമായ വിജനതയും നിശ്ചലതയും. ചുമച്ചും വിറച്ചും അയാൾ നടക്കുകയാണ്. നവദമ്പതിമാരുടെ പ്രഥമ രാത്രി. പ്രേമാർദ്രമായ 2 ഹൃദയങ്ങളുടെ സ്വച്ഛന്ദ സമ്മേളനം. അർദ്ധരാത്രി ആയപ്പോഴേക്കും നിദ്രാദേവി അവരുടെ അന്നത്തെ പ്രേമസല്ലാപങ്ങൾക്ക് വിരാമമിട്ടു. മാളിക മുകളിലുള്ള ശയനമുറിയിലെ പട്ടുമെത്തമേൽ അവർ ആലിംഗനബദ്ധരായി കിടക്കുകയാണ്. ലക്ഷ്മിയുടെ ഉപബോധ മനസ്സിൽ ശക്തിയേറിയ ഒരു ചലനം. അവൾ ഞെട്ടിയുണർന്നു. ഇരുളിൽ അവൾ കണ്ണുമിഴിച്ചു നോക്കി. ഒന്നും കാണാനില്ല. ഒരു ശബ്ദവും കേൾക്കാനില്ല. അങ്ങകലെ നിന്ന് ഒരു ചുമ. അവൾ ശ്രദ്ധിച്ചു. വീണ്ടും ചുമ. തുടർച്ചയായ ചുമ. ആ ചുമ അടുത്തടുത്തു വരുന്നു. വെണ്ണയിൽ പറ്റിപ്പിടിച്ച താമരനൂലിനെ വേർപെടുത്തുന്നതുപോലെ അവൾ മാർവിടത്തിൽ നിന്ന് ഭർത്താവിന്റെ കൈ എടുത്ത് മെത്തമേൽ വെച്ചിട്ട് സാവധാനം എഴുന്നേറ്റു. ചുമ. ചുമ. അത് മാളികയുടെ മുമ്പിലുള്ള റോഡിലെത്തി. അവൾ ജനാലയിൽ കൂടി നോക്കി. വിളക്കുകാലിന്റെ കീഴിൽ ആരോ നിൽക്കുന്നുണ്ട്. അവളുടെ ഹൃദയം ശക്തിയായി അടിച്ചു. ഒരു പൂച്ച പാത്ത് വിളക്കുകാലിന്റെ അടുത്തുവരെ എത്തി. അവിടെ നിൽക്കുന്ന സ്വരൂപത്തെ കണ്ട അത് ഭയന്ന് സാവധാനം പിറകോട്ട് വലിഞ്ഞു തിരിഞ്ഞ് ഒരോട്ടവും കൊടുത്തു. ചുമ. ചുമ. ആ സ്വരൂപമാണ് അങ്ങനെ ചുമയ്ക്കുന്നത്. ചുമച്ചും കൊണ്ട് അത് നീങ്ങിത്തുടങ്ങി. അമ്മാവൻ. അവളുടെ അധരങ്ങൾ ചലിച്ചു. ഏതോ കശാപ്പുകടയിൽ നിന്ന് കരസ്ഥമാക്കിയ അസ്ഥികഷ്ണത്തോട് സമരം ചെയ്ത് തോൽവിയടഞ്ഞ ഒരു ശുനകൻ മേൽപോട്ട് നോക്കി ഓളിയിട്ടു. ചുമ. ചുമ. ആ ചുമയങ്ങനെ വിജനതയിൽ കൂടി പോവുകയാണ്. അമ്മാവൻ. അമ്മാവൻ. അവൾ ജനാലയുടെ ഇരുമ്പഴികൾ പിടിച്ചുകൊണ്ട് എത്തി നോക്കി. ബസ് സ്റ്റാൻഡിനടുത്തുള്ള കലുങ്കിൽ കയറിയിരുന്ന് ഒരു ഭ്രാന്തൻ ഇടവിടാതെ പിറുപിറുക്കുന്നു. അതിനടുത്തുള്ള ഓടയിലാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യാവേളയിൽ അവൾ മലർന്നടിച്ചു വീണത്. ആ ഓടയിൽ നിന്നാണ് ഒരു റിക്ഷാക്കാരന്റെ തഴമ്പ് പിടിച്ച കൈ അവളെ വാരിയെടുത്തത്. ആ ഓടയിൽ നിന്നാണ് അവളുടെ ജീവിതം ആരംഭിച്ചത്. ആ സന്ധ്യാവേളയിലാണ് അവളുടെ ഭാഗ്യസൂര്യൻ ഉദയം ചെയ്തത്. ഇന്നവൾ ആ ഉന്നത സൗധത്തിന്റെ മുകൾത്തട്ടിൽ സമൃദ്ധിയുടെ നടുവിൽ നിൽക്കുന്നു. 10 വർഷങ്ങൾ കൊണ്ട് അവൾ ജീവിത മരുഭൂമിയിൽ നിന്ന് ക്ലേശസമുദ്രത്തിലൂടെ ജീവിതത്തിന്റെ വസന്താരാമത്തിൽ എത്തിച്ചേർന്നു. ആരാമത്തിന്റെ പിറകിൽ നീണ്ടു കിടക്കുന്ന ക്ലേശസമുദ്രത്തിലെ ഗംഭീരമായ തിരമാലകളുടെ മാറ്റൊലി ഇപ്പോഴും അവൾ കേൾക്കുന്നുണ്ട്. ആ മഹാസമുദ്രത്തിൽ കൊടുങ്കാറ്റിനെയും വൻ തിരകളെയും എതിർത്ത് അവളെ കരപിടിച്ച തോണി അതാ പൊട്ടിയും ചതഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞും ഓളപ്പാത്തിയിൽ വീണു ലക്ഷ്യമില്ലാതെ അലയുന്നു. കലുങ്കും ചായക്കടയും കടന്ന ചുമ ബാങ്കിന്റെ മുമ്പിലെത്തി. പിന്നെയും അത് അകന്നകന്നു പോവുകയാണ്. അമ്മാവൻ. എന്റെ അമ്മാവൻ. അവൾ ജനാലയുടെ ഇരുമ്പഴി പിടിച്ച് മുന്നോട്ടു തള്ളി. ആ ഇരുമ്പഴി അവൾക്ക് വഴിമാറിക്കൊടുത്തില്ല. ഇരുമ്പ് കേൾക്കുമോ ഹൃദയത്തിന്റെ തുടിപ്പുകൾ? ചുമ. 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 ആ നിശബ്ദതയെ തുളച്ചുകൊണ്ട് ചുമ അങ്ങകലെ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തെത്തി. എന്റെ അമ്മാവൻ. എന്റെ അമ്മാവൻ. അവൾ ശക്തിയായി മുന്നോട്ട് കുതിച്ചു. ഠേ! അവളുടെ ശിരസ് ഇരുമ്പഴിയിൽ ആഞ്ഞടിച്ചു. അവൾ പിറകോട്ട് മറിഞ്ഞു. ചുമ. 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 ആ ചുമ അനന്തതയിലേക്കു ഗമിച്ചു. അതിന്റെ മാറ്റൊലി ശൂന്യതയിൽ ലയിച്ചു.